കേരള ലോക് ഭവൻ പുറത്തിറക്കിയ 2026 കലണ്ടറിൽ സവർക്കറുടെ ചിത്രവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും കൂടെയാണ് സവർക്കറുടെ ചിത്രവും ഉൾപ്പെടുത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഗവർണറിൽ നിന്ന് കലണ്ടർ ഏറ്റുവാങ്ങിയത്. സഫാൻ VP ചേരുന്നു വിശദാംശങ്ങളുമായി. സഫാൻ, ഇതാദ്യമായാണ് രാജ്ഭവൻ അല്ലെങ്കിൽ ലോക് ഭവൻ അല്ലെങ്കിൽ പണ്ടത്തെ രാജ്ഭവൻ കലണ്ടർ പുറത്തിറങ്ങുന്നതെന്ന് തോന്നുന്നു. ഈ കലണ്ടറിൽ അതും സവർക്കറുടെ ചിത്രം കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. രാജ്ഭവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഭാരതാംബ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നതേ ഉള്ളൂ. അതിനിടയിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതാണോ ഈ കലണ്ടർ പ്രകാശനം? ഭാരതി സൂചിപ്പിച്ചതുപോലെ ആദ്യമായാണ് ലോക് ഭവൻ ഇത്തരത്തിലൊരു കലണ്ടർ ഇറക്കുന്നത്. ലോക് ഭവൻ പുറത്തിറക്കിയ 2026 കലണ്ടറിലാണ് പ്രധാന വ്യക്തികളുടെ ചിത്രത്തിനൊപ്പം RSS സൈദ്ധാന്തികൻ VD സവർക്കറുടെ ചിത്രവുമുള്ളത്. ഫെബ്രുവരി മാസം സൂചിപ്പിക്കുന്ന പേജിലാണ് സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ചന്ദ്രശേഖർ ആസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവരുടെ ചിത്രവും കലണ്ടറിലുണ്ട്. കേരളത്തിന്റെ സാഹിത്യം, സിനിമ, സാംസ്കാരികം, ചരിത്രം ഉൾപ്പെടെയുള്ള മേഖലയിലുള്ളവരുടെ ചിത്രവും കലണ്ടറിലുണ്ട്. ഇതിന്റെ കൂടെയാണ് VD സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കൈമാറിയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ കലണ്ടർ പ്രകാശനം ചെയ്തത്. ലോക് ഭവൻ തന്നെയായിരുന്നു കലണ്ടർ പ്രകാശനം ചെയ്യുന്ന ചിത്രങ്ങൾ ഗവർണറുടെ സോഷ്യൽ മീഡിയ പേജിലും സുരേഷ് ഗോപിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരതി ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ സർക്കാരിനുണ്ട്. ഇത് ലോക് ഭവനെ സംഘിവൽക്കരിക്കുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളും ഈ ഭാരതാംബയുടെ ചിത്രം ഈ ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങൾ സർക്കാരിന്റെ രണ്ട് മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി P പ്രസാദും ഈ ഒരു പരിപാടി തന്നെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സഫാനി പറഞ്ഞ പോലെ തന്നെ ഈ ലോക് ഭവന്റെ RSS വൽക്കരണം അത് CPM-ഉം അതുപോലെ കോൺഗ്രസും എല്ലാം വലിയ വിമർശനങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങളാണ്. ഇതിനിടയിൽ ഈ കലണ്ടർ സർക്കാർ ഓഫീസുകളിലെങ്ങാനും തൂങ്ങാൻ സാധ്യതയുണ്ടോ? ലോക് ഭവൻ പുറത്തിറക്കിയ ഒരു കലണ്ടറാണിത്. നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ ആദ്യമായിട്ടാണ് കലണ്ടർ ഇത്തരത്തിൽ ലോക് ഭവൻ പുറത്ത് ഇറക്കുന്നതും. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം, എങ്ങനെയാണ് ഇതിന്റെ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പ്രാഥമികമായിട്ട് ഗവർണറുടെ സാമൂഹ്യ മാധ്യമ പേജിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാമൂഹ്യ മാധ്യമ പേജിലുമാണ് ഇത്തരത്തിൽ കലണ്ടർ പുറത്തിറക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ലോക് ഭവൻ പങ്കുവെക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം വന്നിട്ടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരതാംബ വിവാദത്തിലടക്കം മുഖ്യമന്ത്രി അടക്കം വലിയ പ്രതിഷേധം ഗവർണറെ അറിയിച്ചിരുന്നു. പിന്നീട് ഒരു അനുനയ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സർക്കാർ പരിപാടികൾ ഗവർണറുടെ സ്വകാര്യ പരിപാടികൾക്കപ്പുറത്തേക്ക് സർക്കാർ പരിപാടികൾ ഈ ഭാരതാംബ ചിത്രം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമായത്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ കലണ്ടർ ഇറക്കുന്നതും അതിൽ VD സവർക്കറുടെ ചിത്രം ഉള്ളതും. ശരി, സഫാൻ VP ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.